കേരളത്തിൽ ഏറെ ശ്രദ്ധേയമായ ലോക്സഭാ മണ്ഡലമായിരുന്നു കോട്ടയം. ഒരു കുടുംബത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ രണ്ടുപേർ മത്സരിച്ച മണ്ഡലം. ആരെ തള്ളും ആരെ കൊള്ളും എന്ന ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. മറ്റൊരു സസ്പെൻസ് കൂടി ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു. കേരള കോൺഗ്രസിലെ മാണി ജോസഫ് പാർട്ടികൾ നേരിട്ട് ഏറ്റുമുട്ടിയ മത്സരത്തിൽ ആര് തോറ്റാലും അത് അവരുടെ പെട്ടിയിലെ അവസാനത്തെ ആണിയിടലാകും. ജോസഫ് വിഭാഗമാണ് തോൽക്കുന്നതെങ്കിൽ കോട്ടയത്ത് വൻ സ്വാധീനമുണ്ടെന്ന് പറയുന്നവർക്ക് ഒറ്റ MLA മാത്രമായി ഒതുങ്ങിക്കൂടേണ്ടി വരും. അത് UDFിൽ ജോസഫ് ഗ്രൂപ്പിന്റെ ഭാവി തുലാസിലാക്കുകയും ചെയ്യും. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ തോൽവിയുടെ പേര് പറഞ്ഞ് ജോസഫിന് ആകപ്പാടെയുള്ള തൊടുപുഴ മണ്ഡലം പോലും കോൺഗ്രസ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നീട് സംഭവിക്കുന്നത് അണികളെല്ലാം മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയും PJ ജോസഫ് വീട്ടിലിരിക്കേണ്ടി വരികയുമായിരിക്കും. മറിച്ച് മാണി ഗ്രൂപ്പിനേറ്റ തോൽവി കനത്തതാണെങ്കിലും ഭരണമുന്നണിയുടെ ഭാഗമായതും MLA-മാരുടെ എണ്ണവും വെച്ച് തൽക്കാലം ആശ്വാസത്തിന് വകയുണ്ട്. എന്നാൽ ഇത് ശാശ്വതമാകുമെന്ന് വിചാരിക്കേണ്ട. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പിൽ തന്നെ ഇടതുമുന്നണിയിൽ മാണി ഗ്രൂപ്പിനെ ഒതുക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യും. അതിനുള്ള പ്രധാന കാരണവും കോട്ടയത്തെ തോൽവി തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് ജോസ് കെ മാണിയുടെ ഭാവി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഫ്രാൻസിസ് ജോർജിലൂടെയുള്ള ജോസഫ് ഗ്രൂപ്പിന്റെ വിജയം ഇപ്പോൾ അവർക്ക് ആശ്വാസമായിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു പിന്നാലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ലഭിക്കാൻ പോകുന്നത് സംസ്ഥാന പാർട്ടി പദവിയാണ്. പാർട്ടിക്ക് സംസ്ഥാന പദവി സ്ഥാനം ലഭിക്കുന്നതോടൊപ്പം സ്വന്തം ചിഹ്നവും ലഭിക്കും. 2010 മാണി ഗ്രൂപ്പിൽ ലയിച്ചതുമൂലം നഷ്ടമായ പ്രതാപവും തിരികെ ലഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ലയന സമയത്ത് ജോസഫ് ഗ്രൂപ്പ് സംസ്ഥാന പാർട്ടിയായിരുന്നു. 2019 മാണി ഗ്രൂപ്പുമായി വഴിപിരിയുമ്പോൾ സംസ്ഥാന പാർട്ടി പദവിയും സ്വന്തമായുള്ള ചിഹ്നവും നഷ്ടമായിരുന്നു. പിളർപ്പിന് പിന്നാലെ നടന്ന 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മോശം പ്രകടനം മൂലം സംസ്ഥാന പാർട്ടി പദവി ലഭിച്ചില്ല. അന്ന് ജയിച്ചത് 2 സീറ്റിൽ മാത്രം. 4 സീറ്റ് ലഭിച്ചിരുന്നെങ്കിൽ സംസ്ഥാന പാർട്ടി പദവി ലഭിക്കുമായിരുന്നു. സംസ്ഥാന പാർട്ടി പദവി ലഭിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങളിൽ എന്തെങ്കിലും ഒന്ന് നേടിയാൽ മതി. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 4 സീറ്റെങ്കിലും ലഭിക്കണം, അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 1 സീറ്റെങ്കിലും ജയിക്കണം. ജോസ് കെ മാണി വിഭാഗത്തിന് നിലവിലെ നിയമസഭയിൽ 5 അംഗങ്ങളുള്ളതിനാൽ കോട്ടയത്തെ പരാജയം മൂലം അവരുടെ സംസ്ഥാന പാർട്ടി പദവിക്ക് കോട്ടം തട്ടില്ല. 2019 തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ വിജയിച്ചതിനാൽ RSP കേരളത്തിൽ സംസ്ഥാന പാർട്ടിയാണ്. ഈ പദവി നിലനിർത്താൻ കൊല്ലത്തെ വിജയത്തോടെ RSPക്ക് കഴിഞ്ഞിട്ടുണ്ട്.